ഇന്ത്യയുടെ നിർണായകമായ ഇംഗ്ലണ്ട് പര്യടനം ആരംഭിക്കാൻ ഇനി 2 ആഴ്ചകൾ കൂടിയേ ശേഷിക്കുന്നുള്ളൂ. സാധാരണഗതിയിൽ ടെസ്റ്റ് പരമ്പരകൾ തുടങ്ങുന്നത് പോലെയുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന് മുന്നിലുള്ളത്. അനിവാര്യമായ തലമുറ കൈമാറ്റത്തിന്റെ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്. കോഹ്ലിയും രോഹിത്തും വിടവാങ്ങിയതോടെ ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ ഇന്ത്യക്ക് വെല്ലുവിളികൾ ഏറെയാണ്. അപ്രതീക്ഷിതമായാണ് ഇരു താരങ്ങളും IPL-നിടെ വിടവാങ്ങൽ പ്രഖ്യാപിച്ചത്. BCCI-യുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിന് വഴിയൊരുക്കിയെന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ആദ്യം നായകൻ കൂടിയായ രോഹിത്താണ് വിരമിക്കൽ പ്രഖ്യാപിച്ചതെങ്കിൽ പിന്നാലെ കോഹ്ലിയും ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങുകയായിരുന്നു. വരാനിരിക്കുന്ന പരമ്പരകളിൽ ഇരുവരുടെയും അഭാവം കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുക. വിദേശ മണ്ണിൽ ഇരുവരുടെയും പരിചയസമ്പന്നത വലിയ മുതൽക്കൂട്ട് തന്നെയായിരുന്നു. ഇതോടെയാണ് ഇന്ത്യൻ ടീം കൂടുതൽ കരുതലോടെ നീങ്ങുന്നത്. ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങൾ അറിയാവുന്ന ചുരുക്കം താരങ്ങൾ മാത്രമേ സ്ക്വാഡിൽ ഉള്ളൂവെന്നത് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അവിടെയാണ് കോഹ്ലിയുടെയും രോഹിത്തിന്റെയും അഭാവം വലിയ ചർച്ചയാവുന്നതും. എന്നാൽ നിയുക്ത ഇന്ത്യൻ ക്യാപ്റ്റൻ ഗില്ലിന് ഇക്കാര്യത്തിൽ ആത്മവിശ്വാസക്കുറവ് ഒന്നും തന്നെ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. കോഹ്ലിയുടെയും രോഹിത്തിന്റെയും അഭാവത്തെക്കുറിച്ച് ഗിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ടിലേക്ക് തിരിക്കുന്നതിന് മുൻപുള്ള വാർത്താ സമ്മേളനത്തിലാണ് നായകൻ ഗില്ല് പ്രതികരിച്ചിരിക്കുന്നത്. കോഹ്ലിയും രോഹിത്തും അനുഭവ സമ്പത്തുള്ള മികച്ച താരങ്ങളാണ് എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ തന്റെ ടീമിൽ ഗിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ചുവെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. കോഹ്ലിക്കും രോഹിത്തിനും പകരം ആര് എന്ന ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചതോടെ ടീമിൽ അധിക സമ്മർദ്ദം ഉണ്ടാകില്ലെന്നും അവർക്ക് പകരക്കാരെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നും ഗില്ല് പറയുന്നുണ്ട്. എന്നാൽ അവരുടെ അഭാവം നേരിടാനുള്ള പരിചയസമ്പത്ത് ടീമിനുണ്ടെന്നും നായകൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞു. കോഹ്ലി രോഹിത് വിടവാങ്ങൽ ടീമിനെ ബാധിക്കില്ലെന്ന പരോക്ഷമായ സൂചനയാണ് ഗിൽ ഇതിലൂടെ നൽകിയത് എന്നാണ് വിലയിരുത്തൽ. എല്ലാ മത്സരങ്ങളിലും കളിക്കുമ്പോഴും ഒരു പര്യടനം ആരംഭിക്കുമ്പോഴും സമ്മർദ്ദം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അധിക സമ്മർദ്ദമൊന്നും ഉണ്ടാകില്ല. രോഹിത്തും വിരാടും വളരെ പരിചയസമ്പന്നരായ കളിക്കാരാണ്. അവരുടെ അഭാവം നികത്തുക വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്ക് ധാരാളം അനുഭവ പരിചയമുണ്ട്. ഞങ്ങൾ ധാരാളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്ന് ഗിൽ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് മുന്നിൽ ആവശ്യത്തിന് സമയമുണ്ടെന്നും ഗിൽ പറയുകയുണ്ടായി. ഞങ്ങൾക്ക് ഇനിയും കുറച്ച് സമയമുണ്ട്. ഞങ്ങൾ ലണ്ടനിൽ ഒരു ഇൻട്രാ സ്ക്വാഡ് മത്സരം കളിക്കും. 10 ദിവസത്തെ ക്യാമ്പും ഉണ്ടായിരിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് ഓർഡർ തീരുമാനിക്കുമെന്നാണ് ഗിൽ പറയുന്നത്. അതേസമയം ജൂൺ 20-ന് ആരംഭിക്കുന്ന 5 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ നേരിടുന്നതോടെയാണ് 2025-2027 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് തുടക്കമാവുക. കഴിഞ്ഞ തവണ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അപ്രതീക്ഷിത തോൽവിയുടെ ആഘാതത്തിൽ ഇന്ത്യക്ക് ഫൈനൽ പ്രവേശനം സാധ്യമായിരുന്നില്ല. ഇക്കുറി അത് നികത്താനാണ് ടീമിന്റെ ശ്രമം. കോഹ്ലിയും രോഹിത്തും പോയതോടെ 2 നിർണായക സ്പോട്ടുകളിൽ പുതിയ ആളുകളെ ഇന്ത്യക്ക് കണ്ടെത്തേണ്ടി വരും. അതിലൊന്ന് രോഹിത് കൈകാര്യം ചെയ്തിരുന്ന ഓപ്പണിംഗ് സ്പോട്ടാണ്. അവിടെ ആരാവും ജയ്സ്വാളിനൊപ്പം കളിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെയും ധാരണയായിട്ടില്ല. കോഹ്ലിയുടെ 4-ാം നമ്പറിൽ ഗിൽ കളിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും സ്ഥിരീകരണമായിട്ടില്ല. അതേസമയം അടുത്തിടെ വിവാഹമോചിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുസ്വേന്ദ്ര ചാഹലും RJ മഹ്വേഷും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവരാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ കാണാൻ ചാഹൽ മഹ്വേഷിനൊപ്പം എത്തിയതോടെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം പരസ്യമായത്. ഇപ്പോഴിതാ യുസ്വേന്ദ്ര ചാഹലുമായി ബന്ധപ്പെട്ട് ശ്രദ്ധേയമായ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് RJ മഹ്വേഷ്. IPL റണ്ണേഴ്സ് അപ്പായ പഞ്ചാബ് കിങ്സിന്റെ താരമായിരുന്ന യുസ്വേന്ദ്ര ചാഹൽ 3 ഒടിവുകളും വെച്ചാണ് ഈ സീസണിൽ കളിച്ചെന്നത് മഹ്വേഷിന്റെ വെളിപ്പെടുത്തലിലുണ്ട്. സീസണിന്റെ 2-ാം മത്സരത്തിൽ തന്നെ വാരിയലിന് പൊട്ടലുണ്ടായിട്ടും പിന്നീട് ബൗളിംഗ് വിരലിനും പരിക്കേറ്റിട്ടും ടൂർണമെന്റിന്റെ അവസാനം വരെ ധീരമായി തന്റെ ടീമിന് വേണ്ടി കളിച്ചുവെന്നാണ് റേഡിയോ ജോക്കിയും നടിയും മോഡലുമായ മഹ്വേഷ് തന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. ഇക്കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്.